അമ്മ അമ്മക്ക് നമ്മുടെ ബന്ധത്തിൽ ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ആരെങ്കിലും അറിയാവോ? ഗംഗാധരൻ എന്ന് പറഞ്ഞ ആളെ അറിയില്ല, പക്ഷെ കലാധരൻ എന്ന് പറഞ്ഞ ആളെ അറിയാം. ഓ, കാലം കലാധരൻ. അതിനെ കാലം കലാധരൻ എന്ന് പറയുന്നേ? എല്ലാരും പറയാറുണ്ടല്ലോ. എല്ലാരും പറയുന്ന ശേഷം നീ പറയണോ? നാട്ടുകാരാണ് പറയണത്, ഞാനല്ല. നാട്ടുകാരങ്ങനെ പലതും പറയും, എന്നെഴുതി ആരും പറയണ്ട. എന്റെ അമ്മ, ഞാൻ എപ്പോഴെങ്കിലും ആ പൂപ്പനെ കാലെന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ ഇവിടുന്ന്? അമ്മക്ക് ഈ ഗംഗാധരൻ കേടി എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയാവോ? കേടി എന്ന് പറഞ്ഞ ആളെ അറിയില്ല, പക്ഷെ ഓടി ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയാം. ഓടിയല്ല, കേടി. ഇല്ല, അതെനിക്കറിയില്ല. ഓടിയും കേടിയൊന്നും അറിയില്ല. ഈ ഗംഗാധരൻ എന്ന് പറഞ്ഞ പുള്ളിയെ അച്ഛമ്മയുടെ പരിചയമുണ്ട്. പിന്നെ അച്ഛമ്മയോട് പോയി ചോദിച്ചാ പോരായിരുന്നു? അച്ഛമ്മയുടെ ചോദിച്ചത് അച്ഛമ്മക്ക് അച്ഛമ്മ ഒന്നും പറയാനുള്ള. എന്നാ എനിക്കും അങ്ങനെ അറിയത്തില്ല. എനിക്ക് അമ്മയുടെ അനിയന്റെ ഭാര്യന്റെ അനിയന്റെ പേരായിരിക്കോ? സഞ്ജു, എന്താണ് നോക്കിക്കൊണ്ടിരിക്കണേ? അങ്ങനെ പ്രൊഫൈൽ കണ്ട ചേച്ചിക്ക് മനസ്സിലാവണമെന്നും പോകുന്നില്ല. എനിക്ക് മനസ്സിലാവാണ്ട്. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ആൾക്കാരെയൊക്കെ അറിയാം. എനിക്ക് മനസ്സിലാവും. നീ കാണിച്ചെന്നേ. ആണോ? അയ്യോ, ഇതെന്താ ചെമ്പരത്തി പൂവോ? ഇത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ആരെന്ത് എങ്ങനെ പറയാനാ? അത് തന്നെയല്ലേ പച്ച മലയാളത്തിൽ ഞാനും അങ്ങോട്ട് മൊഴിഞ്ഞത്. അല്ല, നീ ഈ പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കണേ? ചേച്ചി, ഞാനീ പറയാൻ പോകുന്നവരെ ആരെടുത്തും പോയി പറയരുത്. നമ്മുടെ അച്ചമ്മയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് എനിക്കൊരു ചെറിയ സംശയം. അല്ല, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായി, പക്ഷെ ഇത് എന്റെ സംശയം എന്താന്നാ, അച്ചമ്മ പോകുന്നില്ലേ മറ്റേ എന്താ സാക്ഷരതാ ക്ലാസ്സിൽ, അവിടുത്തെ ആരെങ്കിലും ആണെന്നൊരു. എന്നാ പിന്നെ സാക്ഷരതാ ക്ലാസ്സിൽ ആരെങ്കിലോട് ചോദിച്ചാ പോരെ? അത് നല്ല ഐഡിയ ആണ്. ചോദിക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് അറിയാം. ആരാ? അല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛമ്മ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അവരെ വിളിച്ചു ചോദിക്കി. ഫ്രണ്ട് എന്നോട് മിണ്ടൂല. മിണ്ടാത്തെ? അതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ചേച്ചിക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ പറ, ആലോചിക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തു? നീ നൈസായിട്ട് ആ പ്രൊഫൈല് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് കമ്പനി ആയിട്ട് ആരാന്ന് ചോദിച്ചാ പോരെ? സിമ്പിൾ. കൊള്ളാലോ, നല്ല ഐഡിയ എനിക്ക് തോന്നുന്നത്. ബുദ്ധി വേണോടാ, ബുദ്ധി. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, നിന്നെ പല കുരുട്ടുബുദ്ധി എനിക്കില്ല. അതാട്ടാ. എന്നിട്ട് ആവശ്യത്തിന് ഞാൻ തന്നെ വേണേ. വേണം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? ചെയ്. എന്റെ പ്രൊഫൈൽ നയിക്കണം അതോ എന്റെ വേറെ വല്ല ഫേക്ക് പ്രൊഫൈൽ നയിക്കണം? എത്ര പ്രൊഫൈൽ ഉണ്ട്? എന്നാ എന്റെ പ്രൊഫൈൽ നയിക്കാം. ഈ മിക്സർ ഇങ്ങനെ തന്നെയല്ലേ ഉപ്പാ, BP കൂടിയിട്ട് തലക്ക് പിടിക്കും. കള്ളു കുടിച്ചിട്ട് സരസ്വതി അമ്മയുടെ തലക്ക് പിടിച്ചിട്ടില്ല, പിന്നാണ് ഈ മിച്ചറ് പാടാർക്കാൻ നിന്റെ തലക്ക് പിടിക്കാതെ നോക്കിയാൽ മതി. എന്റെ തലക്കൊന്നും പിടിക്കത്തില്ല. നിങ്ങളുടെ തലക്കല്ല പിടിക്കാൻ പോന്നെ, കഴുത്തിനാ പിടിക്കാൻ പോന്നെ. എടാ, നിന്റെ കഴുത്തിന് പിടിക്കുന്നു. നീ എവിടെങ്കിലും ഓടി രക്ഷപ്പെട്ടോടാ കുഞ്ഞാ. നിക്കമ്മേ, നീ എന്താണ് എന്റെ കഴുത്തിന് പിടിക്കുന്നത്? നിങ്ങൾ എന്റെ അമ്മയെ ഫോൺ ചെയ്തായിരുന്നാ? നിന്റെ അമ്മ ഫോൺ ചെയ്തായിരുന്നു. എന്തിനാ? എന്തിനാ? അത് ഒരു കാര്യമുണ്ടോ, അതുകൊണ്ട് തന്നെ. കാശ് ഇറക്കാൻ വേണ്ടി. എന്റെ അമ്മയോട് പറഞ്ഞ അത്യാവശ്യമായിട്ട് 50,000 രൂപ വേണം, അല്ലെങ്കിൽ നാട് വിടേണ്ടി വരുമെന്ന്. ആണോടാ? ഇവിടെ വീട്ടിലെ അമ്മയോട് നീ പൈസ ഇറക്കാൻ നോക്കിയോ? അമ്മയോട് ചോദിച്ചിട്ട് അമ്മ വന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? പിന്നെ അവളുടെ അമ്മയെ വിളിച്ച് ചോദിച്ചു, അത്ര തന്നെ. നിനക്ക് നാണമില്ലേടാ? ഈ കുടുംബത്തിന്റെ വില കളയൂലോ ഈ ചെറുക്കൻ. അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്ത് വിലയാ ഉള്ളത്? നിന്റെ കുടുംബത്തിന് വലിയ വിലയാണല്ലോ, അതുകൊണ്ടാണല്ലോ ആരോടും പറയരുത് പറഞ്ഞ് നിന്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തുകൊണ്ടാണ്. എന്റെ അമ്മ ലോകം മുഴുവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നോട് വിളിച്ച് ചോദിച്ചതാ പൈസ കൊടുക്കണോ വേണ്ടയോന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തൊന്നും സ്വഭാവമാടിയത്? നീയോ ആർക്കും ഒരു സഹായവും ചെയ്യുന്നില്ല. നിന്റെ അമ്മ 10 പൈസ അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചാൽ അതിനും പാര വെച്ചോണം. എന്റെ അമ്മ അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല, നടക്കത്തില്ല അത്. അപ്പം നിനക്ക് എന്നെക്കാളും സ്നേഹം നിന്റെ തള്ളയോടാണ്. എന്നാ സംശയം? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വെറുതെയാ. നിങ്ങൾ എന്നെ അത്ര കണ്ട് സ്നേഹിക്കണ്ട. മക്കളെ, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. ഒരു 50,000 രൂപ എടുത്ത് വന്നിട്ട് നാവടക്കമ്മ. ഇവിടെ നാവൊക്കെ അടക്കണമെന്നുണ്ടോടാ? എൻ്റെ ഇവിടെ നിന്നിട്ടാടാ പൈസ. അടിപൊളി കോമഡി. പൈസ ഇല്ലെന്ന് പറയുന്നത് കോമഡിയാണോ? നിങ്ങളെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പച്ച കളവല്ലേ പറയുന്നത്? നിന്റെ അമ്മയോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം നിന്നോട് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പൊ അത് വിശ്വാസവഞ്ചനയല്ലേ? അതെന്തുകൊണ്ടാ? കാരണം നിങ്ങളുടെ മോന്റെ വളർത്തു ദോഷം അത് തന്നെ. എടാ, ഇവിടെ അമ്മ വിശ്വാസവഞ്ചന കാണിച്ചു, അപ്പൊ ഇവളും നിന്നോട് വിശ്വാസവഞ്ചന കാണിക്കും. ഇവിടെ വെക്കോ. ഞാൻ ഇത്ര നേരമായിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല പൈസ കൊടുക്കണ്ടെന്ന്. പക്ഷെ ഇതാ ഇപ്പൊ ഈ സ്പോട്ടിൽ ഞാൻ വിളിച്ചു പറയും, 50,000 രൂപയല്ല 50 പൈസ പോലും കൊടുക്കരുത്. പുഷ്പേ, ഇടിച്ചാല് വീഴണ്ട അമ്മേ.
വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മ. ഇതൊരു മാതിരി ഇളക്കി ഇളക്കി ചെറിയ ഒരു പൊണ്ണിനെ വലിയ മുറിവാക്കി മാറ്റി. എനിക്ക് സമാധാനമായി. സഞ്ജു എന്താ എന്താടാ റിപ്ലൈ വന്നാ മെസ്സേജ് അയച്ചിട്ട്? ഒരു റിപ്ലൈ വന്നില്ല. ഒന്നില്ലേ? നിങ്ങൾ ആരുടെ കാര്യം ഏത് പറയണേ? ആകെ പറയാം. എനിക്ക് തോന്നേ ആ പുള്ളി അച്ഛമ്മയുടെ ഫോട്ടോ കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഫേസ്ബുക്ക് കയറുന്നത്. പുള്ളിയോ? ആര്? അപ്പൊ നീ പോകെ പോ പോ. ഞാൻ പോവില്ല. എടാ പോടാ. ഞാൻ പോവില്ല. മുത്ത് നല്ല കൊച്ചല്ലേ, ചേച്ചി പറഞ്ഞ കേക്കൂലേ? ചേച്ചി പറഞ്ഞു എന്തായാലും ആ അങ്ങനെ നല്ല കുട്ടിയായിട്ട് പുറത്തേക്ക് പോയേ. ഓക്കെ ചേച്ചി. ഇവര് ചേച്ചി അങ്ങനെ ഒരുക്കി? എടാ കൊച്ചുങ്ങളുടെ അടുത്ത് മര്യാദക്ക് ഇടയിലാണ്, നിന്റെ കച്ചറ സ്വഭാവം കാണിക്കരുത്. എനിക്ക് കച്ചറ സ്വഭാവം ഒന്നുമില്ല, നിനക്കാണുള്ളത് കച്ചറ സ്വഭാവം. പക്ഷെ എന്നാലും ഒന്നും ആയില്ല ഇത്. ഒന്നും ആയില്ല. എടാ സഞ്ജു, എന്താ? ഞാൻ ഈ ഗംഗാധരൻ കേടിനെ പറ്റിയിട്ട് ഇവിടെ ഉള്ള എല്ലാവരുടെ ചോദിച്ചു, ആർക്കും ഒരു വിവരമില്ല. എടി നീ ഇനി ആരോടും ചോദിക്കണ്ട, പുള്ളിയെ പറ്റിയുള്ള വിവരം അടക്കാനുള്ള ഐഡിയ ഒക്കെ എനിക്കുണ്ട്, എനിക്ക് കിട്ടി. എടാ 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 ഐഡിയ എങ്ങനെ കിട്ടിന്ന് ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടാ. ഞാൻ ചേച്ചി പറഞ്ഞാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഒരാളെ ഞാനല്ല, അപ്പൊ അതെന്റെ ഐഡിയ. നമ്മൾ തമ്മിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് ചേച്ചിനെ കൊണ്ട് ഇതിനകത്തിട്ടത്? ഞാൻ ഇട്ട ലീശലും ചുമ്മാ വലിഞ്ഞു കയറി വന്നതാണ്, എന്നോടൊന്നും പറഞ്ഞില്ല. എന്റെ ഐഡിയ എടുക്കുമ്പോ വലിഞ്ഞു കയറി വന്നാന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഞാൻ കറിവേപ്പിലായ കറിയപ്പലോടൊന്നും അല്ല, ദൈവം എല്ലാവർക്കും ഐഡിയ കൊടുക്കും. അപ്പൊ ചേച്ചി വാസ മോഡറേറ്റർ, അല്ലെങ്കിൽ എനിക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഐഡിയ കിട്ടിയാണ്, അത്രേ ഉള്ളൂ കേസ്. പിന്നെ നിനക്കൊന്നും കിട്ടും. ചേച്ചി ഒന്ന് പൊക്കെ ചുമ്മാ. ആ എടാ മുത്തേ പുണ്ണി, എന്താ? വാടാ ഇങ്ങോട്ട്. എന്താ ചേച്ചി? ചക്കര ഇങ്ങോട്ട് വന്നേ. ചേച്ചി പറഞ്ഞ ഇനി കേക്കൂലേ കാര്യങ്ങളൊക്കെ? പിന്നെ ഞാൻ കേൾക്കാതിരിക്കോ? ഈ നത്തുകളുടെ പിന്നാലെ നടന്നോളൂ. ഈ നത്തോളുടെ പിന്നാലെ ഞാൻ നടക്കും. ആ പക്ഷെ എന്തിനാ ചേച്ചി നടക്കും? അതൊക്കെ പറഞ്ഞു തരാം. ഇവർക്ക് ശല്യാവണം. ഞാൻ ചല്ലാവും. ഒരു മിനിറ്റ് സ്വൈര്യം കൊടുക്കരുത്. ഓഹോ, പക്ഷെ എന്തിന്? എന്തിനാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടാ. ഓക്കെ. ഇനി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യും. ഞാൻ ഒന്ന് കാണട്ടെ. കേട്ടുടി കേട്ടുടി. എന്തുവാടേ ഇതിന്? ഭ്രാന്ത്. എടാ ചേച്ചി പറഞ്ഞ ഐഡിയ ഏതാ? മറ്റു ചേച്ചി പറഞ്ഞ ഐഡിയ എന്താ? പൊക്കെ പൊണ്ണി, ഈ ചെറുക്ക് നീ ഇറങ്ങി പോയെ. പോയേ? ഇല്ല, അല്ല, നിന്നോട് വെളിയിൽ നിന്ന് നമുക്ക് പോവാ. ഞാനുണ്ട്. നീ എങ്ങോട്ടുണ്ട്? ഇവിടെ ഞാൻ ഇരുന്നാ മതി, ഞാൻ വെളിയോടൊന്നും വരണ. പിള്ളേരവിടെ ഇരിക്കണം കേട്ടോ. പാടി. പിള്ളേരവിടെ ഇരിക്കണം എന്നല്ലേ? ശരിയാക്കി തരാനേ.